കോഴിക്കോട് മുണ്ടുപാലത്ത് വീടിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങല്ലൂർ സ്വദേശി ഷെരീഖിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷെരീഖിന്റെ സുഹൃത്തായ ഇരിങ്ങല്ലൂർ സ്വദേശി മുഹമ്മദ് അഷ്റഫാണ് മരണം സംബന്ധിച്ച വിവരം പന്തീരാങ്കാവ് പോലീസിനെ അറിയിച്ചത്. ആകാശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആകാശ്, ഇത് ഏതെങ്കിലും തരത്തിൽ എന്തെല്ലാം അസ്വാഭാവികതയാണ് ഈ മരണത്തിൽ കാണുന്നത്? പോലീസ് എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, പ്രധാനമായും ഇന്നലെ രാത്രിയാണ് ഈ ഷെരീഖിൻ്റെ സുഹൃത്ത്, മരണപ്പെട്ട ഷെരീഖിൻ്റെ സുഹൃത്ത് മുഹമ്മദ് അഷ്റഫ് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെത്തുകയും തൻ്റെ സുഹൃത്തിനെ താൻ കൊലപ്പെടുത്തിയെന്ന് പറയുകയും ചെയ്തത്. തൻ്റെ 8 മാസത്തോളം ഒരുമിച്ച് ഇവർ രണ്ടുപേരും പുത്തൂർ മഠത്തുള്ള ഒരു വീട്ടിൽ താമസിച്ചു വരികയാണ്. ഇവർ തമ്മിൽ കഴിഞ്ഞ ഞായറാഴ്ച ഒരു തർക്കമുണ്ടായിരുന്നു എന്ന് അറിയുന്നു. അതിനാൽ തന്നെ ഇയാൾ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള സംശയമാണ് നിലവിൽ പോലീസിനുമുള്ളത്. ഇന്നലെ രാത്രി തന്നെ ഈ മുഹമ്മദ് അഷ്റഫ് എന്ന് വെച്ചാൽ മരണപ്പെട്ട ഷെരീഖിൻ്റെ സുഹൃത്തായ അഷ്റഫ് പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഷെരീഖിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി, വീട്ടിൽ മൃതദേഹം ഉണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസിനെ അറിയിച്ചത്. ഉടനെ തന്നെ പന്തീരാങ്കാവ് പോലീസ് ഈ പുത്തൂർ മഠത്തുള്ള സംഭവം നടന്ന വീട്ടിലേക്ക് എത്തുകയും അവിടെ എത്തി പരിശോധിച്ചപ്പോൾ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. 2 ദിവസത്തെ പഴക്കമുണ്ട് ഈ മൃതദേഹത്തിന് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഈ കൊലപാതകമാണെന്നുള്ള യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല. ഈ ബലപ്രയോഗത്തിൻ്റെയോ കൂടാതെ തന്നെ ഇയാളുടെ തലയ്ക്കോ മുറിവേറ്റ പാടുകളൊന്നും തന്നെ ഇല്ല. അതിനാൽ തന്നെ ഇതിലൊരു ദുരൂഹതയുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഇരുവരും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഷെരീഖിൻ്റെ സുഹൃത്തായ അഷ്റഫിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടാതെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടി ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കിയതിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും ഇതിൽ ഏതെങ്കിലും തരത്തിൽ കൊലപാതകമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത് ഇതിൽ കൊലപാതകമല്ല എന്നുള്ള കാര്യമാണ്. എങ്കിൽ പോലും കൊലപാതകമെന്നും സംശയിക്കുന്നുണ്ട്. ഈ യുവാവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ താനാണ് തലക്കടിച്ച് കൊന്നത് എന്നാണ്. എന്നാൽ പോലും അത്തരത്തിലുള്ള ഒരു പാടുകളോ തലയ്ക്ക് മർദ്ദനമേറ്റതായോ തലയ്ക്ക് അടിച്ചിട്ടുള്ള മുറിവുകളോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൂടാതെ തന്നെ ബലപ്രയോഗവും നടന്നിട്ടില്ല. അതിനാൽ തന്നെയാണ് ഇതൊരു കൊലപാതകമല്ല എന്നൊരു സംശയം കൂടി പോലീസ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഈ സുഹൃത്തിനെ അഷ്റഫിനെ കൂടെ കൂടുതൽ ചോദ്യം ചെയ്യുകയും കൂടാതെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടിസ്ഥാനമാക്കിയായിരിക്കും കൂടുതൽ അന്വേഷണം നടക്കുക. ഇപ്പോൾ നിലവിൽ പന്തീരാങ്കാവ് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞതാണ് 8 മാസം മുമ്പ് ഇരുവരും ചേർന്നാണ് ഈ വീടെടുത്തിട്ടുള്ളത്. ഇരുവരും അവിടെ താമസിച്ചു വരികയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഞായറാഴ്ച ഇരുവരും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാട്ടുകാരും പറയുന്നു. ഏതായാലും ഈ മരണത്തിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നതായാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങളും പരിശോധനകളും ഇപ്പോൾ